12 പേരിൽ നിന്നായി 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. കോൺഗ്രസ് എസ് നേതാവ് രമ്യ ഷിയാസ് ആണ് കുമ്പളം ടോൾ പ്ലാസയിൽ വെച്ച് പിടിയിലായത്. ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ. 24 ആണ് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്യാംകുമാർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഈ രമ്യ ഷിയാസ് എന്ന് പറയുന്ന കോൺഗ്രസ് എസിന്റെ ജില്ലയിലെ നേതാവ് പലരിൽ നിന്നും പണം ഇരട്ടിപ്പിച്ച് നൽകാം എന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പോലും തുകകൾ വാങ്ങി തട്ടിപ്പ് നടത്തിയത്. ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായി ഇവരെ തിരക്കി വന്നതോടുകൂടി ആളുകളെ ഉപയോഗിച്ച് ഇവരെ മർദ്ദിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായി. ഇതോടെയാണ് ചേരാനെല്ലൂർ പോലീസിൽ കേസ് കൊടുക്കുകയും പിന്നീട് സമരവുമായി രംഗത്ത് വരികയും ചെയ്തത്. നമ്മൾ ഈ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ചേരാനെല്ലൂർ പോലീസ് ഇവർക്കെതിരായിട്ട് ആദ്യ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ഹൈക്കോടതിയിൽ ജാമ്യത്തിന് പോയെങ്കിലും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ഇവർ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഇതിനിടെയാണ് ഇന്ന് കുമ്പളം ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് ഇവർ എത്തുന്നുണ്ട് എന്നറിഞ്ഞ ചേരാനെല്ലൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തത്. നിലവിൽ അവരെ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. രാത്രി തന്നെ ചോദ്യം ചെയ്ത ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 12 പരാതികളാണ് ഇവർക്കെതിരായിട്ടുള്ളത്. കൂടുതൽ പരാതിക്കാർ എത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് അതിൽ എഫ്ഐആർ ഇട്ടിട്ടില്ല. 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലെ പ്രതിയാണ് ഭരണകക്ഷി മുന്നണിയിലെ ജില്ലാ നേതാവായ രമ്യ ഷിയാസ്. ശരി, ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് സി വി പറയുന്നത് ഇങ്ങനെയാണ്: കുരങ്ങ് ആക്രമിച്ച് വീടിൻ്റെ ഓടുകളെല്ലാം കളഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾ കാണിച്ചിരുന്ന ആ വീഡിയോയിലെ വീട് തികച്ചും പരിഹാസ്യമാണ്. കഴിക്കോലിൻ്റെ മുകളിൽ വെറുതെ ഓട് നിൽക്കില്ല എന്നെല്ലാവർക്കും അറിയാം. നമ്മൾ വീട് ആക്രമിച്ചു എന്ന് പറഞ്ഞാണ് ആ വാർത്ത നൽകിയത്. അതിനെ സാധൂകരിക്കുന്ന ചിത്രമാണത്. എന്താണ് ഫ്രാൻസിസ് സി വി ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. താങ്കൾ അതൊന്നുകൂടി വ്യക്തമാക്കിയാൽ നന്നായിരിക്കും.